കാർത്തിക വിദ്യോദയ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. എല്ലാവർക്കും വേണ്ടി ഒരു കഥ പറഞ്ഞു നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ കഥയുടെ പേരാണ് അണ്ണാന്മാരുടെ മടിമാറി. കുന്നത്തുമല കുന്നത്തുമല എന്ന് എല്ലാവരും വിളിക്കുന്ന ഒരു വലിയ മലയില്ലേ, ആ വലിയ മലയിൽ ഒരു വലിയ കാടില്ലേ, ആ കാട്ടിൽ ഒരു മുട്ടൻ മരമില്ലേ, ആ മുട്ടൻ മരത്തിലാണ് അമ്മയണ്ണാനും അച്ഛനണ്ണാനും മൂന്ന് മക്കളും താമസിക്കുന്നത്. കിട്ടു, മിട്ടു, ടുട്ടു. അങ്ങനെയാണ് മൂന്ന് കുഞ്ഞനണ്ണാന്മാരുടെ പേരുകൾ. അവരിൽ കിട്ടുവും മിട്ടുവും മഹാമടിയന്മാരാണ്. എന്നാൽ ടുട്ടുവോ എന്തു ജോലിയും ചെയ്യാൻ അവന് ഒരു മടിയുമില്ല. ഒരു ദിവസം അമ്മയണ്ണാൻ മൂന്ന് മക്കളെയും അരികിൽ വിളിച്ചു പറഞ്ഞു: മാനത്തെത്തി മേഘങ്ങൾ, മഴ പെയ്യിക്കും മേഘങ്ങൾ, എത്താറായി മഴക്കാലം, പൊത്തിൽ തിന്നാൻ കരുതേണം. അത് കേട്ടപ്പോൾ മൂന്ന് കുഞ്ഞനണ്ണാന്മാരും ഒന്നിച്ചു ചോദിച്ചു: അമ്മേ അമ്മേ, അച്ഛാ അച്ഛാ, ഞങ്ങൾ എന്തു വേണം? അത് കേട്ടപ്പോൾ അമ്മയണ്ണൻ പറഞ്ഞു: മാവിൻ കൊമ്പിൽ പോയി വരാം, മാമ്പഴമൊത്തിരി കൊണ്ടുവരാം, നിങ്ങൾ പൊത്തിലടുക്കേണം, നിങ്ങൾ പൊത്തു നിറയ്ക്കേണം. അമ്മയും അച്ഛനും കൊണ്ടുവരുന്ന മാമ്പഴങ്ങൾ പൊത്തിൽ കൊണ്ടുപോയി വെക്കണം എന്ന് കേട്ടപ്പോൾ കുഴിമടിയന്മാരായ കിട്ടുവിൻ്റെയും മിട്ടുവിൻ്റെയും മുഖം ചുളിഞ്ഞു. അപ്പോൾ അമ്മയണ്ണൻ പറഞ്ഞു: മക്കളെ, ഞങ്ങൾ പോയി മാമ്പഴങ്ങൾ കൊണ്ടുവരാം. അമ്മയണ്ണാനും അച്ഛനണ്ണാനും ഓടിപ്പോയി മാമ്പഴങ്ങളുമായി തിരികെ വന്നു. ടുട്ടു അത് കണ്ടു. അവൻ ഓടിച്ചെന്ന് മാമ്പഴങ്ങൾ വാങ്ങി. അവനത് മരപ്പൊത്തിൽ വച്ചു. മരപ്പൊത്തിന് താഴെയുള്ള മരച്ചില്ലയിൽ ഇരുന്ന് കിട്ടുവും മിട്ടുവും ടുട്ടുവിനെ കളിയാക്കി. ഹിഹി മണ്ടച്ചാർ, കണ്ടില്ലേ, ജോലി മുഴുവൻ തനിച്ച് ചെയ്തോളും. അത് കേട്ടപ്പോൾ ടുട്ടു ഒരു പാട്ടുപാടി: അച്ഛനും അമ്മയും ദൈവങ്ങൾ, അവരു പറഞ്ഞാൽ കേൾക്കും ഞാൻ, അവർക്കു മക്കളെ എന്തിഷ്ടം, അവർക്കു നൽകും സന്തോഷം. അങ്ങനെ മാമ്പഴങ്ങൾ എടുത്തും മരച്ചില്ലയിൽ കയറിയും മരപ്പൊത്തിൽ കൊണ്ടുപോയി വച്ചും ടുട്ടു ആകെ ക്ഷീണിച്ചു. അപ്പോൾ അമ്മയണ്ണൻ ഒരു മുട്ടൻ മാമ്പഴവുമായി വന്നു. പൊത്തിൽ വയ്ക്കാനായി മാമ്പഴം ടുട്ടുവിനെ ഏൽപ്പിച്ചിട്ട് അമ്മയണ്ണൻ പറഞ്ഞു: അങ്ങു കിഴക്കൊരു മാവുണ്ട്, അതിലൊരു മാങ്ങ കിടപ്പുണ്ട്, അവിടെ പോയിട്ടോടി വരാം, ആ മാങ്ങ ഞാൻ കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞിട്ട് അമ്മയണ്ണൻ ഓടിപ്പോയി. ടുട്ടു മാങ്ങയുമായി മരപ്പൊത്തിലേക്ക് നടന്നു. ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് ടുട്ടു അണ്ണൻ. മരപ്പൊത്തിന് താഴെയുള്ള ചില്ലയിലിരിക്കുന്ന കിട്ടുവിനോടും മിട്ടുവിനോടും അവൻ ചോദിച്ചു: എന്നെ ഒന്ന് സഹായിക്കാമോ? എനിക്ക് മാമ്പഴം ഉയർത്താൻ പറ്റുന്നില്ല. നീയൊരു മിടുക്കനല്ലേ, ഒന്നുകൂടി ശ്രമിച്ചു നോക്ക്. പാവൻ ടുട്ടു വളരെ കഷ്ടപ്പെട്ട് മാമ്പഴവുമായി മരപ്പൊത്തിന്റെ അടുത്തെത്തി. പെട്ടെന്നൊരു കാറ്റ് വീശി. അവൻ നിന്ന മരച്ചില്ല ഒന്നിളകി. ടുട്ടുവിന്റെ പിടിവിട്ട് മാമ്പഴം താഴേക്ക് വീണു. മരപ്പൊത്തിന്റെ താഴെയുള്ള മരച്ചില്ലയിൽ ഇരിപ്പല്ലേ കുട്ടുവും മിട്ടുവും. മാമ്പഴം വീണതോ കുട്ടുവിന്റെ പുറത്തും. അയ്യോ! താഴേക്ക് വീണ കിട്ടു മിട്ടുവിനെ ചാടി പിടിച്ചു. അയ്യോ, ഞാനും വീണേ. കുട്ടുവും മിട്ടുവും വലിയ മരത്തിൽ നിന്നും താഴെ വീണു. അയ്യോ, കാലുളുക്കിയേ, രക്ഷിക്കണേ. അവരുടെ കരച്ചിൽ കേട്ട് ടുട്ടു ഓടിയെത്തി. പിന്നാലെ അച്ഛനണ്ണാനും അമ്മയണ്ണാനും ഓടി വന്നു. അയ്യോ, എൻ്റെ മക്കൾക്ക് എന്തു പറ്റി? അവർ കുഞ്ഞനണ്ണാന്മാരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നടന്നതെല്ലാം അറിഞ്ഞപ്പോൾ അമ്മയണ്ണാൻ പറഞ്ഞു: പാവൻ ടുട്ടു, നിങ്ങൾ അവനെ സഹായിച്ചിരുന്നെങ്കിൽ മാമ്പഴം താഴെ വീഴില്ലായിരുന്നു, നിങ്ങൾക്ക് അപകടവും ഉണ്ടാകില്ലായിരുന്നു. ശരിയല്ലേ? അതെ. കിട്ടുവും മിട്ടുവും തലയാട്ടി. അച്ഛനണ്ണാനും അമ്മയണ്ണാനും ടുട്ടുവും കൂടി കുട്ടുവിനെയും മിട്ടുവിനെയും കൂട്ടിലെത്തിച്ചു. കുറച്ചു ദിവസം കൊണ്ട് അവർ പഴയതുപോലെ ഓടിച്ചാടി കളിക്കാൻ തുടങ്ങി. അന്നു മുതൽ അവർ എല്ലാ കാര്യത്തിലും ടുട്ടുവിനെയും മറ്റുള്ളവരെയും സഹായിക്കാനും തുടങ്ങി. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ?